ഈ 2 ചാക്കിനകത്തുള്ള പൈസ ഏറ്റവും ആദ്യം എണ്ണി തിട്ടപ്പെടുത്തി ആര് കറക്റ്റായിട്ട് പറയുന്ന അവർക്ക് 25,000 രൂപയാണ് കൊടുക്കാൻ പോകുന്നത്. 3, 2, 1 സ്റ്റാർട്ട്. ചലഞ്ച് സ്റ്റാർട്ട് ആയപ്പോൾ തന്നെ അവർ വളരെയധികം എന്തൂസിയാസ്റ്റിക് ആയിരുന്നു. ഒറ്റയടിക്കാണ് അവർ എണ്ണി തുടങ്ങിയത്. ഒറ്റ നോട്ടത്തിൽ പറയാൻ പറ്റത്തില്ലായിരുന്നു ആരാണ് ഏറ്റവും കൂടുതൽ സ്പീഡ് എണ്ണുന്നതെന്ന് പോലും. അവർക്ക് ഒട്ടും ഐഡിയ ഇല്ലായിരുന്നു ഈ സിമ്പിളായ എണ്ണുന്ന കാര്യം മുമ്പിലോട്ട് പോകുന്തോറും എത്ര ബുദ്ധിമുട്ടാവും. 3:34 ആയിട്ടുണ്ട്. അരമണിക്കൂർ കഴിഞ്ഞിട്ട് ഇവർക്ക് അടുത്ത ഫസ്റ്റ് ടാസ്ക്. നമ്മുടെ ഫസ്റ്റ് കണ്ടസ്റ്റന്റിക്ക് ചോദിക്കാം 25,000 വെച്ച് അവൻ എന്താണ് പരിപാടി കിട്ടിക്കഴിഞ്ഞാൽ. പ്രത്യേകിച്ച് ആവശ്യങ്ങളൊന്നുമില്ല, പിന്നെ പൈസ എല്ലാവർക്കും ആവശ്യം. പൈസ എല്ലാവർക്കും ആവശ്യം. ഞാൻ ഇതുപോലെ വീഡിയോയ്ക്ക് വരുമെന്ന് എല്ലാവരും പറഞ്ഞു പോയി, അതുകൊണ്ട് ഇത് ഒരു രൂപ പോലും കിട്ടുമെന്ന് തോന്നുന്നില്ല. അപ്പൊ അന്തസ്സിന് വേണ്ടി കളിക്കുകയാണ് അവൻ. ആൾക്കാരുടെ മുമ്പിൽ കൂട്ടുകാരുടെ മുമ്പിൽ നാണം കെട്ടി വരാൻ പറ്റത്തില്ല. ഇത് കഴിഞ്ഞാൽ ജിമ്മിൽ പോലും കയറാൻ പറ്റത്തില്ല. അപ്പൊ എണ്ണി തീർക്കേണ്ടി വരും. എങ്ങനെ പോകുന്നു? കുഴപ്പമില്ല. എന്ത് പറ്റി? എനർജി ആയിട്ട് എണ്ണി വെക്കുന്നുണ്ടോ? സംശയമുണ്ട്. അങ്ങനെ പറയരുത്. നമ്മളെ തുടങ്ങിയില്ല, അതിന് തെറ്റിന്ന് പറഞ്ഞ എന്തായാലും നോക്കാം. 25,000 കൊണ്ടുപോയിട്ട് നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത്? ഇതുവരെ പ്ലാൻസ് ഇല്ല. നമുക്ക് പൈസ എല്ലാവർക്കും ആവശ്യമാണല്ലോ, എന്തെങ്കിലുമൊക്കെ ചെയ്യും. എണ്ണി തീർത്തിട്ട് ജയിക്കാൻ വേണ്ടി വന്നതാണ്. പക്ഷെ ഇപ്പോഴേ തെറ്റി എണ്ണ. തെറ്റിയാ? ഞാൻ ജയിച്ചെന്നാ സമ്മതിച്ചേക്ക്. ഓ പിന്നെ അങ്ങ് സമ്മതിക്കാൻ വരട്ടെ. തള്ളിത്തിറങ്ങട്ടെ ഇപ്പോഴേ. വോയിസ് ഫസ്റ്റ് ടാസ്ക് കൊടുക്കാനുള്ള സമയമായിരിക്കുകയാണ്. കൊടുക്കാം. വളരെ എളുപ്പമായിരിക്കും ടാസ്ക്. ഇതുവരെ നീ എത്ര എണ്ണീട്ടുണ്ട്? 30,000. അപ്പം ഞാൻ നിനക്കൊരു മാത്സ് പ്രോബ്ലം തരും. അത് സോൾവ് ചെയ്താൽ 25,000 എക്സ്ട്രാ 500 ആഡ് ആവും. യു ഹാവ് 10 seconds to tell me 30,000 minus 1,750. You have 10 seconds. 28,250. Yes, let's go boys, let's go. ചെറുതായിട്ട് എനിക്ക് തോന്നി ചിലപ്പോൾ പറ്റത്തില്ലെന്ന്, പക്ഷെ 10 സെക്കൻഡിൽ പറഞ്ഞിരിക്കുന്നു. അപ്പൊ നീ ഇത് ജയിക്കുവാണെങ്കിൽ നിനക്ക് 25,500 രൂപ കിട്ടും. ജയിച്ചില്ലൊന്നും കിട്ടത്തില്ല. നിന്റെ പ്രൈസ് പൂളിലോട്ട് കൂടിയില്ലേ നീ? രണ്ടാമത്തെ ആളെ നമുക്ക് മിസ് ചെയ്യാം. മാത്സ് ആള് കൊള്ളാൻ നോക്കാം. അപ്പൊ എങ്ങനെ പോകുന്നു? അപ്പം നിന്റെ ഫസ്റ്റ് ടാസ്ക് ഒരു മാത്സ് പ്രോബ്ലം. കറക്റ്റ് ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നിനക്ക് നിന്റെ 25,500 രൂപ ആഡ് ആവും. നിനക്ക് സ്പീഡ് പിടിക്കേണ്ടി വരും കേട്ടാ. തെറ്റാ, ഒത്ര ഉണ്ടോന്ന്. ഇത് എത്ര ഉണ്ട് എല്ലാം കൂടി? 50,000 രൂപ. വിശ്വാസോ? ഉറപ്പുണ്ടോ? ഉറപ്പ് ഞാൻ അവസാനം വരുത്തിക്കോളാം. അപ്പം 50,000 വെച്ചുള്ള ചോദ്യം. 50,000 പ്ലസ് 1,650. 50,000 പ്ലസ് 1,650. 51,650. വളരെ സിമ്പിൾ ആയി പോയി ബോയ്സ്. ജയിച്ചു. ഇത് കൊടുക്കണം. 25,500 രൂപ കിട്ടും. ഫുള്ളും കറക്റ്റ് ആയിട്ട് പറഞ്ഞ കുറച്ചേറെ എളുപ്പമായി വേണ്ടായിരുന്നു. ഇപ്പൊ എന്റെ ഇപ്പോഴും 30,000 ആയിട്ടുള്ളൂ, അവിടെ 50,000 ആയിട്ടുണ്ട്. പക്ഷെ എനിക്ക് തോന്നുന്നില്ല അത് ശരിയാണ്. കാര്യം അവള് നല്ല സ്പീഡിൽ എണ്ണുന്നതുകൊണ്ട് തെറ്റാൻ ചാൻസ് ഉണ്ട്. പക്ഷെ എനിക്ക് എന്റെ 30,000 വിശ്വാസമുണ്ട്. എനിക്ക് എന്നെ കിട്ടുമെന്നാണ് എന്റെ വിശ്വാസം. അവൻ എല്ലാ നോട്ടും നോക്കിയും കണ്ട് ആണ് എണ്ണുന്നത്. ഞാൻ കുറച്ച് സ്പീഡായി പോയോന്നൊരു സംശയമുണ്ട്, ചെറുതായിട്ടൊന്ന് പാടിയെന്നൊരു സംശയമുണ്ട്. എങ്കിലും ഞാൻ അവസാനം ഇതെല്ലാം റെഡിയാക്കും എന്നാണ് എന്റെ വിശ്വാസം. എന്താണ് നമ്മള് പാവങ്ങള് പൈസ. ഓൻ ഇതുവരെ 30,000 ആയിട്ടുള്ളൂ. പക്ഷെ ഓൾ എങ്ങനെയാണ് ഒറ്റയടിക്ക് 50,000 എത്തിയെന്ന് അറിയത്തില്ല. ഇപ്പൊ പോകുന്ന സ്പീഡ് വെച്ച് നോക്കിയിട്ട് ഇവനെക്കാട്ടിലും ഇരട്ടി സ്പീഡിലാണ് ഇവള് പൊക്കോണ്ടിരിക്കുന്നത്. എന്തായാലും നമുക്ക് നോക്കാം മുമ്പിലോട്ട് ഈ സ്പീഡ് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുമോ ഇല്ലെന്ന്. അരമണിക്കൂർ പിന്നെയും കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ സെക്കൻഡ് ടാസ്കിന് സമയത്തിരിക്കുകയാണ്. നമുക്ക് നമ്മുടെ ഫസ്റ്റ് കക്ഷിയിലേക്ക് പോവാം. രണ്ടാമത്തെ ടാസ്ക് എന്ന് പറയുന്നത് നിന്റെ ഏറ്റവും ഇഷ്ടമുള്ള ഒരു ആഹാരം വരെ അധികം ഓർഡർ ചെയ്യാം. ശരിക്കും വാങ്ങിച്ചു തരും. ബിരിയാണി. എന്ത് ബിരിയാണി? ചിക്കൻ ബിരിയാണി വേണം. അടുത്താണ് നോക്കട്ടെ. എന്നിട്ട് രണ്ടാമത്തെ ടാസ്ക് എന്ന് പറയുന്നത് നിനക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു ഫുഡ് പറ, അധികം മേടിക്കും. ഷവർമ. ചിക്കൻ ഷവർമ. എണ്ണിക്ക്. അപ്പോൾ അവരുടെ എന്തായാലും ഫുഡ് വരാൻ ഇനി അരമണിക്കൂർ എടുക്കും. അപ്പോൾ എന്തായാലും അവർക്ക് അടുത്ത ടാസ്ക് കൊടുക്കാം. നിങ്ങൾക്ക് രണ്ടുപേർക്കും അടുത്ത ടാസ്ക് കിട്ടിയിരിക്കുകയാണ്. എൻ്റെ കയ്യിൽ 2 എൻവലപ്പ് ഉണ്ട് നിങ്ങളുടെ ടാസ്ക് ഇതിനകത്ത്. അപ്പോൾ ഇതിൽ നിന്ന് ഒരു എൻവലപ്പ് നിങ്ങൾ ആർക്കെങ്കിലും സെലക്ട് ചെയ്യാം. ആദ്യം ആര് സെലക്ട് ചെയ്യുന്നത് അവർക്ക് ആ പൈസയും കൊണ്ട് പോവാം. ക്വിറ്റാവും. പിന്നെ അത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ വീഡിയോ വെച്ച് ക്വിറ്റാവുകയാണ്. ഡൗട്ട് അവള് അല്ലെ ഞാനിപ്പം എമൗണ്ട് എടുത്തു. ഓപ്പോസിറ്റ് ആളോ അവർ കണ്ടിന്യൂ ചെയ്യും. അപ്പൊ അവർ കൗണ്ട് കറക്റ്റ് ആണെങ്കിൽ 25,000 തന്നെ അവർക്ക് കിട്ടും. അപ്പൊ നിങ്ങൾ സെലക്ട് ചെയ്യുന്നുണ്ടോ ഇല്ലയോ? ഇതിനകത്ത് കൂടുതൽ കാണും, കുറവ് കാണും, അല്ലെ ഒന്നും കാണത്തില്ല. നമുക്ക് ചൂസ് ചെയ്തിട്ടില്ലേ? വേണ്ടെങ്കിൽ വേണ്ടെന്ന് പറയാൻ പറ്റും. വേണ്ടെന്ന് പറയാം. എടുത്ത് നോക്കിയിട്ട് നോക്കിയിട്ടൊന്നുമില്ല. നോക്കിയിട്ട് അങ്ങനെ ഇത് എടുക്കുന്നുണ്ടോ? ഇല്ലേ, എടുക്കുന്നില്ല. എടുത്താ ക്വിറ്റാവും. എനിക്ക് വേണ്ട. ഇത് എടുക്കുന്നില്ല. എനിക്ക് അവസാനം വരെ കളിക്കണമെന്നുണ്ട്. അവന് നടുവേന എടുത്ത് തുടങ്ങിയെന്ന് തോന്നുന്നു. എനിക്ക് എഴുന്നേറ്റൊക്കെ എണ്ണുന്നു. ഞാൻ പറഞ്ഞ ക്വിറ്റ് ചെയ്തിട്ട് പോകാന്ന്, പൈസ മേടിച്ചിട്ട് പോകായിരുന്നു എൻവലപ്പൊക്കെ തുറന്നിട്ട്. അത് വേണ്ട, എണ്ണിക്കൊള്ളാം. നല്ല കാര്യം ഞാൻ എടുക്കാൻ. എന്ത് പറ്റി? കവി എണ്ണിക്കോ?
അവരുടെ ഏറ്റവും ഫേവറേറ്റ് ഫുഡൊക്കെ എന്റെ കൈ കിട്ടിയിരിക്കുക. നീ എന്തായിരുന്നു പറഞ്ഞ ഷവർമ? ഇവളെന്തായിരുന്നു പറഞ്ഞ ബിരിയാണി അല്ലേ? ബിരിയാണി. ഇത് പാരഗണിലെ ബിരിയാണി കേട്ടാ. ഷവർമ എനിക്ക് ഇഷ്ടമല്ലേ? ഇത് അൽത്താസര കുഴപ്പമില്ല അല്ലേ? ഇതിപ്പം കഴിക്കണോ? അല്ല നിങ്ങൾ കഴിക്കണ്ട, ഇത് ട്രെയിനർ കഴിക്കും. ട്രെയിനർ കഴിക്കാനാണ് വാങ്ങിയത്. അതെ, ഞാൻ നിങ്ങളുടെ ഇഷ്ടമുള്ള ആഹാരം മേടിക്കുമെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് തരുമെന്ന് ഞാൻ പറഞ്ഞില്ലായിരുന്നു. ഞാൻ ചോദിച്ചതാ. അപ്പൊ എന്തായാലും ട്രെയിനർ കം ഹിയർ, യു ഹാവ് ടു ഈറ്റ് ഓൾ ദിസ്. വയറ് സൂക്ഷിക്കണം കേട്ടാ. അപ്പൊ ട്രെയിനർ കഴിക്കും അവരുടെ ഫേവറേറ്റ് ഫുഡ്. നോട്ടെണ്ണുന്നുണ്ട് ശ്രദ്ധിക്കുന്നില്ല. കാണാത്ത പോലെ ഇരിക്കാം. നല്ല ടേസ്റ്റ് കിട്ടാ. ഒന്നും പറയാനില്ല. ഒന്നും പറയണ്ട. നിങ്ങൾ കഴിച്ചു നോക്കണം. ഞാൻ വേണ്ട കഴിക്കും. ചെയ്യേണ്ട പാടില്ല, കുഞ്ഞല്ലേ. നല്ല ടേസ്റ്റ്. എനിക്കറിയാം, ഓർഡർ ചെയ്യേണ്ട പറഞ്ഞല്ലേ. എനിക്കറിയാം. എനിക്ക് വിശക്കുന്നൊന്നും ഇല്ലാത്തതുകൊണ്ട് കുഴപ്പമില്ല. മാമനോടൊന്നും തോന്നില്ലല്ലോ അല്ലേ? തോന്നുവോ? ഇല്ല. കുട്ടി ഞാൻ രാവിലെ കഴിച്ചായിരുന്നു. രാവിലെ കഴിച്ചിട്ടാ വന്ന. നല്ല ടേസ്റ്റ് ഉണ്ട്. കുഴപ്പമില്ല. 25,000 കിട്ടുമ്പോൾ ഞാൻ വീട്ടിൽ പോയി കഴിച്ചോളാം. ലാസ്റ്റ് ബൈറ്റ് വേണോ? വേണ്ട, കഴിച്ചോ. കിടിലൻ ടേസ്റ്റ്. ഞാൻ കഴിച്ചിട്ടുണ്ട്. ഇപ്പൊ കഴിച്ചില്ലല്ലോ. വേണ്ട, കഴിച്ചോ. പാരഗൺ ബിരിയാണി കഴിച്ചിട്ടുണ്ടോ? കഴിച്ചിട്ടുണ്ടോ? പിന്നെ കഴിക്കാത്ത ദമ്മ് പൊട്ടിക്കുന്ന മണക്ക് പോരുവേ. ഒന്നും പറയാനില്ല. കിടില സാധനം. ബിരിയാണി അതാ ഓയോ വേണ്ട. നല്ല കിടിലൻ ചിക്കൻ. അത് മുണങ്ങിയില്ലേ, ഇതും കൂടെ കഴിച്ചു. എനിക്കിത് മതി. എനിക്ക് കഴിക്കാൻ പൈസ വേണോ? കഴിച്ചാൽ കഴിക്കുന്നുണ്ട് ഫീലുണ്ടല്ല. അപ്പൊ ഞാൻ അവിടെ പോയിരുന്ന് കഴിച്ചിട്ട് വരാം. നിങ്ങളെ ഇനി കൊതിപ്പിക്കണ്ടെന്ന് വിചാരിച്ച്. നല്ലൊരു തീരുമാനം. അരമണിക്കൂർ പിന്നെ ആയിട്ടുണ്ട്. അവരുടെ അടുത്ത 2 ടാസ്ക് നമുക്ക് പോയി കൊടുക്കാം. ബോയ്സ് ആൻഡ് ഗേൾസ്, ഇറ്റ്സ് ടൈം ഫോർ യുവർ നെക്സ്റ്റ് ടാസ്ക്. നിങ്ങൾക്ക് ഇവിടെ പോസ് ചെയ്യാം. നിങ്ങൾ ഇനി അടുത്ത എണ്ണുന്ന തുടങ്ങുന്നതിന് മുമ്പേ നിങ്ങൾ ഈ 2 ടാസ്ക് കംപ്ലീറ്റ് ചെയ്യേണ്ടതാണ്. മാൻഡേറ്ററി. ആദ്യം ഏത് എൻവലപ്പ് തുറക്കുന്നു അത് കംപ്ലീറ്റ് ചെയ്യുക. പിന്നെ രണ്ടാമത്തെ എൻവലപ്പ് ചെയ്യുക. ഏതെങ്കിലും ഒരെണ്ണം തുറക്കുക. Turn a 50 rupee note into exactly 50 rupees using at least 6 separate pieces of currency. നിന്റെ അടുത്ത് Go eat one chicken fried rice and come back. അപ്പൊ അത് കംപ്ലീറ്റ് ചെയ്തിട്ട് മറ്റേ ടാസ്ക് തുറന്നോ. അപ്പോൾ 50 രൂപ ഞാൻ എടുത്തിട്ടുണ്ട്. ഇനി ഇത് പോയി ചേഞ്ച് ആക്കിയിട്ട് വരാം. ഗൈസ്, ഞാൻ ഊബറിന് വേണ്ടി വെയിറ്റ് ചെയ്യുമായിരുന്നു. അപ്പൊ ഞാൻ ഒരു ഷോപ്പ് കണ്ട്. അവിടെ ഈ ഫ്രൈഡ് റൈസ് കാണുമെന്ന് അറിയത്തില്ല. നമുക്കൊന്ന് പോയി നോക്കാം. കാരണം ഇവിടെ ഫ്രൈഡ് റൈസ് ഉണ്ടോ? ഫ്രൈഡ് റൈസ് ഇല്ല. ഇവിടെ അടുത്ത് ഏതെങ്കിലും കടയിൽ ഉണ്ടോ എന്നില്ല, അറിയാവോ? ഗൈസ്, ഇവിടെ ഇല്ലെന്ന് തോന്നുന്നു. നമുക്ക് വേറെ നോക്കേണ്ടി വരും. എനിക്ക് ഒന്നും മനസ്സിലാവുന്നില്ല സംഭവം. 50 രൂപ 6 കറൻസി ആയിട്ട് എടുക്കണം എന്നാണ് പറയുന്നത്. പക്ഷേ ഇത് ഇവിടെ ചില്ലറയൊന്നും ഇല്ല എന്നാണ് പറഞ്ഞത്. അപ്പം വേറെ എവിടെയെങ്കിലും പോയി നോക്കണം. ഇപ്പൊ ഇവിടെ അടുത്തൊന്നും വേറെ ഇല്ലാത്തതുകൊണ്ട് നമുക്ക് ദിന്ദിഗൽ എന്നൊരു റെസ്റ്റോറൻറ്റ് നോക്കി അപ്പൊ അങ്ങോട്ട് പോകാനാണ് പ്ലാൻ. ഒരു 4 10-ന്റെ ഇതും 2 5-ന്റെ കോയിനും ഉണ്ടാവോ തരാൻ? 50 രൂപ ചില്ലറ ഉണ്ടാവോ 50-ന്? ഇവിടെയും ആരുടെയിലും പൈസ ഇല്ല. വേറെ ഏതെങ്കിലും ഷോപ്പ് കാണണമെങ്കിൽ പോയി ചോദിച്ചു നോക്കാം. ഇവ ജസ്റ്റ് നോക്കാം, ട്രൈ ചെയ്ത് നോക്കാം. എനിക്ക് തോന്നുന്നു നമ്മുടെ ഊബർ അതാന്ന് തോന്നുന്നു. 50-ന് ചേഞ്ച് ആയിട്ട് വേണമായിരുന്നു. 4 10-ന്റെ നോട്ടും 2 5-ന്റെ കോയിലും ഇവിടെ നിന്ന് കിട്ടിയിട്ടുണ്ട്. 50 രൂപ കൊടുത്തിട്ടുണ്ട് ആൻഡ് അതിന് പകരം ചില്ലറ കിട്ടിയിട്ടുണ്ട്. താങ്ക് യു. ഫസ്റ്റ് ടാസ്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പം ടോട്ടൽ 4 5 6 കറൻസി ആയിട്ടുണ്ട്. സോ ഫസ്റ്റ് ടാസ്ക് കംപ്ലീറ്റഡ്. ഗൈസ്, അപ്പോൾ നമ്മൾ ഊബറിൽ നിന്ന് ഇറങ്ങി. ഇപ്പോൾ ലുലുമാളിൽ അവിടെ എത്തിയിട്ടുണ്ട്. നമുക്ക് ഇവിടെയാണ് നമുക്ക് ഫ്രൈഡ് റൈസ് ഉള്ളത്. അടുത്ത് ഏറ്റവും നിയറസ്റ്റ് ഇവിടെയാണ് ഉള്ളത്. നമുക്ക് ഇവിടെ പോയി കഴിച്ചിട്ട് വരാം. ഫുഡ് കോർട്ട് മണ്ടക്കാണെന്ന് തോന്നുന്നു. നമ്മൾ മണ്ടക്കോട്ട് പൊക്കോണ്ടിരിക്കും. അവിടെ കിട്ടുമെന്ന് അറിയത്തില്ല, നോക്കാം. ഗോ ഈറ്റ് 1 ചിക്കൻ ഫ്രൈഡ് റൈസ് ആൻഡ് കം ബാക്ക്. ഇനിയിപ്പോൾ ചിക്കൻ ഫ്രൈഡ് റൈസും തപ്പി പോവാം. നമുക്കിപ്പോൾ പോവാം, ഫ്രൈഡ് റൈസ് കഴിക്കാം. ഇവിടെ അടുത്തെങ്ങും ഒരു ഹോട്ടൽ പോലും ഇല്ലാത്തൊരു ഏരിയ ആയിപ്പോയി. അപ്പം കുറച്ച് നടക്കണം. അല്ലെങ്കിൽ നമുക്ക് ഒരു ഊബർ ബുക്ക് ചെയ്ത് നമുക്ക് പോയി ഫുഡ് അടിച്ചിട്ട് വരാം. ഫ്രൈഡ് റൈസ് ഉണ്ടോ? ചിക്കൻ ഫ്രൈഡ് റൈസ് വേണം. അവിടെ ഒരു ദൂരത്തൊരു കട കാണുന്നുണ്ട്. അവിടെ ഫ്രൈഡ് റൈസ് ഉണ്ടാവോ എന്നറിയില്ല. നമുക്ക് പോയി നോക്കാം. ഉപ്പ് ഭയങ്കര കൂടുതലാണ്. ഇത് പെട്ടെന്ന് അയച്ച് ഇറങ്ങാൻ നോക്കാം. സോ അറ്റ് ലാസ്റ്റ് ഇവിടെ സംഭവം ഉണ്ട്. അപ്പം നമ്മൾ ഒരു ഫ്രൈഡ് റൈസ് ഓർഡർ ചെയ്തിട്ടുണ്ട്. അപ്പം അതിന് വേണ്ടി വെയിറ്റിംഗ് ആണ്. എനിക്ക് തോന്നുന്നു ഗൈസ്, ഞാൻ ഒതുങ്ങിയ സമയം ഈ ചലഞ്ചിനെ മേൽ കളഞ്ഞു. അത് മാത്രമല്ല, ഇനി ഒരു ചലഞ്ച് കൂടെ ഉണ്ട്. എനിക്ക് തോന്നുന്നു അവൾ 2 ദിവസത്തെ ഇപ്പോൾ അവിടെ ചെന്ന് കാണും. ഫൈനലി ചിക്കൻ ഫ്രൈഡ് റൈസ് കിട്ടി. ഇത് കഴിച്ചിട്ട് വേണം അടുത്ത പൈസ ഇനി തുടങ്ങാൻ. അപ്പോൾ നമുക്ക് എന്തായാലും കഴിക്കാം. ഇതാണ് എൻ്റെ ലാസ്റ്റ് പ്ലേറ്റ്. ഇത് കഴിച്ചിട്ട് നമുക്ക് ഈ ചാലഞ്ച് നിർത്താം. അടുത്ത കഴിച്ച് ഞാൻ കഴിച്ചു, പക്ഷെ വിശന്നോണ്ട് അങ്ങ് പോയതാണ്. മൊത്തം തീർന്നിട്ടുണ്ട്. നമുക്കപ്പം അടുത്ത ടാസ്ക് വായിക്കാം. കഴിച്ച് കഴിഞ്ഞു ഭാഗ്യം. അപ്പോൾ അടുത്ത ചാലഞ്ച് എന്ന് പറഞ്ഞാൽ turn a 50 rupees note into the exact 50 rupees using at least 6 separate pieces of currency. 50 രൂപ നോട്ടിന് ചില്ലറ വേണം. പക്ഷേ 50-ന് 5 പറ്റത്തില്ല. 6 കറൻസീസ് വേണം മിനിമം. മൂന്നാമത്തെ ടാസ്ക് അങ്ങനെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവിടെ 4 പേര് പോകണം. നമുക്ക് അവിടെ ചോദിച്ചു നോക്കാം 50-ന് ചേഞ്ച് ഉണ്ടോ എന്ന്. 50-ന് ചേഞ്ച് കാണും. താങ്ക് യു.
ഗൈസ് അപ്പോൾ നമുക്ക് ആദ്യത്തെ ചേഞ്ച് ചെയ്തിട്ടുണ്ട് 2.20 ഒരു 10 ആയിട്ടേക്കുന്നത്. നമുക്ക് ഇതിനെ 2 കറൻസികൾ മാറ്റി കഴിഞ്ഞാൽ നമുക്ക് ഇവിടുന്ന് പോവാം. ഫുഡ് കഴിക്കാൻ പോയിട്ട് തിരിച്ച് വേറൊരു വഴി വന്ന് അവസാനം വഴിയെല്ലാം തെറ്റി. ഇപ്പം എന്താ വഴി കണ്ടുപിടിച്ചത് അങ്ങോട്ട് പൊക്കോണ്ടിരിക്കുകയാണ്. ഇവിടെ ഒരു 20 ചേഞ്ച് ആണ്. ഒന്നും കാണുന്നില്ലേ? പുള്ളിയുടെ ഈ ചേഞ്ച് ഇല്ലായിരുന്നു. വേറെ ആളെന്ന് ചോദിക്കാം. ടാസ്ക് കംപ്ലീറ്റഡ്. ഫ്രൈഡ് റൈസും കഴിച്ചു. എത്തിയല്ല മറ്റേമാരെത്തിയില്ലായിട്ട് ഞാൻ പെട്ടെന്ന് കഴിച്ചാ കൊള്ളാം കൊള്ളാം. എന്തായാലും എണ്ണിക്ക് സമയമില്ല. അപ്പൊ ഈ 50 ഇതിനകത്ത് കൂട്ടണം. ഗൈസ് നമ്മളെ മാളിൽ നിന്ന് പുറത്താക്കി. അവിടെ സെക്യൂരിറ്റി പറഞ്ഞു അവിടെ വീഡിയോ റെക്കോർഡ് ചെയ്യാൻ പറ്റത്തില്ലെന്ന്. നമ്മൾ പുറത്തൊരു കട ചേഞ്ചിന് വേണ്ടി വന്നേക്കുവാണ്. ചേട്ടാ എനിക്ക് 20 2 10 തരാമോ? ഈ 10 2 5 തരാമോ? ഗൈസ് അപ്പോൾ നമുക്ക് ഇവിടുന്ന് മൊത്തം ചേഞ്ച് കിട്ടിയിട്ടുണ്ട്. നമുക്ക് 10 നോട്ടും 10 3 ചില്ലറയും 2 5 ചില്ലറയാണ് കിട്ടിയേക്കുന്നത്. അപ്പോൾ നമ്മൾ ചാലഞ്ച് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഞാനിപ്പോൾ ഊബർ ബുക്ക് ചെയ്തിട്ടുണ്ട്. ഊബർ വന്ന് നമുക്ക് തിരിച്ച് പോയി ബാക്കി പൈസ എണ്ണ. അവരിവിടെ വരെ വന്നില്ല ഇത്ര നേരമായിട്ട്. അതാണ് എനിക്ക് ഓർക്കുന്നത്. അവന്മാരിപ്പോ ഇത്ര എങ്ങോട്ട് പോയി? ഇത്ര പെട്ടെന്ന് ഫ്രൈഡ് റൈസ് ഒക്കെ കഴിച്ചെത്തിയില്ല. അവളുടെ സമയമാണ്. അവൾ പെട്ടെന്ന് തന്നെ കഴിഞ്ഞാൽ അവൾക്ക് ലീവ് എടുക്കാം. എനിക്ക് തോന്നുന്നു അവൾ ചാലഞ്ച് എല്ലാം കംപ്ലീറ്റ് അവിടെ ചെന്ന് എണ്ണാൻ തുടങ്ങി എനിക്ക് തോന്നുന്നു. അപ്പോൾ ഗൈസ് നമ്മൾ വന്നിട്ടുണ്ട്. നമുക്ക് പെട്ടെന്ന് തന്നെ ബാക്കി പൈസ പോയി എണ്ണി ചേർക്കാം. അവന്മാരെത്തിയത് അപ്പോൾ പെട്ടെന്ന് പോകണം. എനിക്ക് തോന്നുന്നു അവളവിടെ വന്ന് കാണുമെന്ന്. അവന്മാരെത്താറായി. ലീഡ് എടുത്തോ ബോയ്സ്. അടുത്ത ആൾ എത്തിയിരിക്കുന്ന ടാസ്ക് കംപ്ലീറ്റ് ആയി. എവിടെ 50 രൂപ ഫുൾ ചില്ലറയാണ് നിൻ്റെത്. ഇവൻ്റെതും 6 കോയിൻ ഉണ്ട് കേട്ടോ. അപ്പൊ നിന്റെ 5 രൂപനകത്തോട്ട് ആഡ് ചെയ്യുകയാണ്. നീ എണ്ണി തീർക്കുക. പയ്യൻ പിന്നെ എണ്ണി തുടങ്ങി. കഴിച്ചിട്ട് വന്നപ്പോ എണ്ണ ഒന്നും മറന്നു പോയിട്ടില്ലല്ലോ. കറക്റ്റ് ഓർമ്മയാണ് എത്ര ഉണ്ടായിരുന്നു. നല്ലതാ. ഇവിടെ ക്വീൻ എണ്ണിക്കൊണ്ടിരിക്കുകയാണ്. ക്വീൻ 50 രൂപ അതിനകത്തോട്ട് കയറ്റിയോ? അല്ലെങ്കിൽ അത് കളഞ്ഞു പോകും. 50 രൂപ ഇതിനകത്തോട്ട് തള്ളിക്കയറ്റി. അപ്പം എണ്ണ ഒന്നും വിട്ടുപോയില്ലായിരുന്നല്ല. ഇതൊരു ഫോക്കസ് ആവാൻ ഇനി കുറച്ച് സമയം കൂടെ എണ്ണട്ടാ. കുറെ എണ്ണ ഉണ്ട്. പൈസയൊക്കെ എണ്ണി ഇവൾ ഓൾറെഡി നല്ല ലീഡിലായിരുന്നു. ഇപ്പൊ ടാസ്ക് കൂടി പെട്ടെന്ന് കംപ്ലീറ്റ് ചെയ്ത് വന്നതുകൊണ്ട് ലീഡ് കൂട്ടിയിട്ടേ ഉള്ളൂ. ഇവൻ ഇപ്പോഴും തോറ്റിട്ടില്ല. ഇവന് സാവകാശം കൺസ്റ്റന്റ് ആയിട്ട് എണ്ണി എടുത്താൽ മാത്രം മതി. സ്പീഡ് കൂട്ടി തെറ്റിച്ച് കഴിഞ്ഞാൽ പിന്നെ അവസാനം ഒരു പൈസയും കിട്ടത്തില്ല. അവർ ഫുഡ് കഴിച്ച് വന്ന 1 മണിക്കൂർ ആയിട്ടുണ്ട്. അവർ എത്ര പ്രോഗ്രസ് ചെയ്യണമെന്ന് നമുക്ക് നോക്കാം. നിന്റെ കുറെ സ്റ്റാക്ക് വലുതാണ് ഇപ്പൊ കണ്ടിട്ട്. നിനക്ക് എന്തായാലും ഇപ്പം ഏകദേശം ലീഡ് ആയിരിക്കും. അപ്പൊ നീ എൻ്റെയൊക്കെ പറയാം എത്ര എണ്ണി. അങ്ങനെ ചോദിച്ചാലേ ഇടയ്ക്കൊന്നും പറയാൻ പറ്റില്ല. ഇടയ്ക്കൊന്നും പറയാൻ പറ്റത്തില്ല. ഇടയ്ക്കൊന്ന് പറയാൻ പറ്റില്ല. ഞാൻ ഓരോ സ്റ്റാക്കായിട്ട് കൗണ്ട് ചെയ്തേക്കുന്നത്. ലാസ്റ്റ് എനിക്ക് ഫുൾ എമൗണ്ട് പറയാൻ പറ്റത്തില്ല. എനിക്ക് ഇതൊന്നും തീർന്നില്ല. അത്ര ഇല്ലേ? കുറെ നേരം ഇത്ര തന്നെ കാണുന്ന ഞാൻ തന്നപ്പോഴും ഇത്ര തന്നെ ആയിരുന്നല്ലോ. ഇതിൽ കൂടുതലായിരുന്നു. എനിക്ക് തോന്നുന്നില്ല. നിങ്ങൾക്ക് എല്ലാം പറ്റുമോ? പിന്നെ ഇവൾ ഉറപ്പായിരിക്കും. ഇവൾ എണ്ണി തിട്ടപ്പെടുത്തിട്ടുണ്ടെന്ന് എനിക്കറിയാം. കണ്ടാ തന്നെ അറിയാം. അവൻ 5000 വെച്ച എണ്ണുന്ന നീ ഇവിടെ 1 ലക്ഷം വെച്ചല്ല 10,000 വെച്ച എണ്ണുന്നു. ഒടുക്കത്തെ കട്ടി. അവനൊക്കെ പറഞ്ഞു എന്തൊക്കെ പറയത്രേ 2,60,000 കുറെ ഉണ്ട്. എണ്ണിക്കാം. ഇവരെണ്ണുവാണോ അല്ലെങ്കിൽ വെറുതെ ഇങ്ങനെ ഇട്ട് വീശുവാണല്ലോ ഇപ്പൊ എനിക്ക് ഡൗട്ട് ഉണ്ട്. എത്ര മണിക്ക് വന്നതാണ് ഇവിടെ? രാത്രി കഴിഞ്ഞ് ഇപ്പൊ പാതിരാത്രി അടുക്കാറായി. ഇവിടെ രാത്രി ആകും തോറും ഇവിടുത്തെ പ്രൈസ് റെന്റ് എടുക്കത്തെ കൂടുതലാണ്. ഡബിൾ റെന്റാ. എന്തായാലും ഇത്രയും ഇവിടെ ഇല്ലേ? അതെടുത്ത് വാരി കൊടുക്കും. രണ്ടുപേരും മണിക്കൂറുകളായിട്ട് എണ്ണിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ അവരുടെ രണ്ടുപേരുടെയും സ്റ്റാക്ക് ഒട്ടും കുറഞ്ഞായിട്ട് പോലും അവർക്ക് കണ്ടിട്ട് തോന്നുന്നില്ല. ഓൾറെഡി തിണ്ണയിരുന്ന് എണ്ണുന്നുള്ളത് കൊണ്ടുള്ള ബുദ്ധിമുട്ടും നടുവേനയും അതെല്ലാം ഫീൽ ആവുന്നുണ്ട് കൂടെ കൂടെ. എത്ര മണിക്കൂർ ഇപ്പൊ എണ്ണിട്ടുണ്ട് അതിന്റെ ഡബിൾ എങ്കിലും ഇനി എണ്ണിയാലേ ഫുൾ പൈസ തീരത്തോളം അവർക്ക് ഏകദേശമൊക്കെ ഐഡിയ ഉണ്ടെന്ന് എനിക്ക് മനസ്സിലായി. അടുത്ത ടാസ്ക് എന്ന് പറയുന്നത് നിങ്ങളുടെ ഈ ദയനീയ അവസ്ഥ കണ്ടിട്ട് കൈക്കൊക്കെ എങ്ങനെയുണ്ട്? കൈ നല്ല സുഖം. അപ്പം ഇവർക്ക് ഞാൻ 2 പേർക്ക് ഓരോ ആളെ കൊടുക്കാൻ പോവുക. അവർ നിങ്ങൾക്ക് വേണം എണ്ണിത്തരും, അല്ലെങ്കിൽ അവർ നിങ്ങൾക്ക് ഫുഡ് കൊണ്ടുവന്ന് തരും. അതിലിപ്പോൾ കാലും കൈയും തടവിത്തരും, അല്ലെങ്കിൽ നെക്കിത്തരും, എന്ത് വേണം ചെയ്തു തരും. കമോൺ ബോയ്സ്, ട്രെയിനർ ആൻഡ് എഡിറ്റർ, ഇവർക്ക് എന്ത് ഹെൽപ്പും നിങ്ങൾ ചെയ്തു കൊടുക്കണം കേട്ടല്ലോ. അങ്ങോട്ടും ഇങ്ങോട്ടും അല്ല, ഇങ്ങോട്ടും അങ്ങോട്ടും. അവളുടെ മേത്ത് വിളിട്ട് വേണം. അവളെ പോലെ ചത്തുപോവാൻ ഹെൽപ്പ് ചെയ്യുന്നത്. ഈ ഹെൽപ്പ് വേണ്ട. ചോദിച്ചു എന്താണെന്ന് വെച്ചാ നിങ്ങൾക്ക് എണ്ണ അറിയാവോ? ഇങ്ങനെ എണ്ണ ഒന്നും അറിയത്തില്ല. ആകെ വർക്കൗട്ട് ചെയ്യാനും അറിയാം, തിന്നാനും അറിയാം. അതെന്നെ എണ്ണന്നേ. ഇതിപ്പോ എത്ര? 5 10? ഇത് നമ്മൾ തന്നെ പിടിക്കും. അതിന്റെ വിട്ടേക്ക്. ഞാൻ കുറച്ച് എക്സ്ട്രാ ഈ സൈഡിലോട്ട് ഹെൽപ്പ് ചെയ്യുന്നു. അതിന്റെ ആവശ്യമില്ലെന്ന് തോന്നുന്നു. അത് മോശം കേട്ടാ. കുറച്ച് എക്സ്ട്രാ ഹെൽപ്പ് ഞങ്ങക്ക് വേണോ? അത് ഇതിപ്പോ എണ്ണി തന്നെ എണ്ണുവാ. ഏത് ഇവൻ എണ്ണിയത്? ഇതിന് എണ്ണുന്നേ. എന്നാ പിന്നെ എണ്ണുന്നേ. സേഫ് ആയിട്ടിരിക്കുക. ഓ അതിന്റെ ആവശ്യമൊന്നുമില്ല. ഞങ്ങള് അടുക്കി കൊടുക്കാൻ പോടാ. അത് ഞങ്ങളെ സ്ട്രാറ്റജി. ഞങ്ങള് കോപ്പി അടിച്ച് അടുക്കി കൊടുക്കല്ലേ എക്സ്ട്രാ എണ്ണ. എന്താണ് ക്വസ്റ്റ്യൻ? സിമ്പിൾ. ഇത് പാർഷ്യാലിറ്റി. അവര് 3 പേരെ 3 പേര് എണ്ണുന്നു. ഞാൻ എണ്ണിട്ട് തെറ്റിപ്പോയിട്ട് വേണ്ടടാ. ഓ കൺഫേം ചെയ്യണ്ടടാ. എന്നെ തെറ്റ് തീരുമാനം നമ്മൾ സംസാരിച്ചിട്ട്. ട്രെയിനർ എങ്ങനെയാ? യൂസ് ആണോ? ഉപകാരം ഉണ്ടല്ലേ? എല്ലാം നോട്ടിങ്ങനെ അടുക്കി വെച്ചോണ്ടിരിക്കുക. ഓക്കെ. കമ്മീഷൻ കിട്ടുന്നല്ലേ? കമ്മീഷൻ കിട്ടുന്നുണ്ട്. അപ്പൊ നീ കമ്മീഷൻ കൊടുക്കുന്നുണ്ട് ഇവൾക്ക്? അല്ല ഇവന് ഉണ്ടാ? ഞാൻ വെറുതെ ഈ ടൈം ലിമിറ്റ് ഇല്ലെന്നും പറഞ്ഞ് 2-3 ദിവസം എടുക്കരുത് കേട്ടാ. അല്ല ഇന്ന് തന്നെ ഇത് എണ്ണി തീർക്കും. ഇവൻ ജയിക്കും. അവൻ ജയിക്കുക. ഉറപ്പാണ്. പോട്ടെ, വിഷമിക്കാതെ. എനിക്ക് വേദന എടുക്കുന്നു. നേരത്തെ കഴിച്ചതൊക്കെ വാള് വരുന്നതായിരിക്കും. നാളെ എണീക്കും ആവോ. എഡിറ്റിനെ കൊണ്ട് ഉപയോഗം ഉണ്ടല്ലോ. ഉണ്ട്. എനിക്കിപ്പോ സ്റ്റാക്ക് തരുന്നുണ്ട്. അതുകൊണ്ട് പെട്ടെന്ന് എന്തായാലും നിന്റെ നല്ല മാസ് എഡിറ്റും ചെയ്ത് തരും. 2 ദിവസം എടുക്കാൻ പറ്റുന്നില്ല. പെട്ടെന്ന് എഡിറ്റ് തീർക്കണം കേട്ടാ. ഓക്കെ മാത്രമേ ഉള്ളൂ കേട്ടാ.
എന്താ വളരെ നല്ല ഹെൽപ്പാണല്ലോ ഇവിടെ നടക്കുന്നത്. എന്ത് പറ്റി നീ ട്രെയിനർ അടുക്കി ഫ്ലാറ്റ് ആയ? ട്രെയിനർ ഫ്ലാറ്റ് ആയി. ആ കൊള്ളാം. ജിമ്മിൽ ചെയ്യാത്തതുകൊണ്ട് ഭയങ്കര ഞാൻ പറഞ്ഞില്ലേ ട്രെയിനൊന്നും കഴിവില്ല, അത്രേ ഉള്ളൂ. എഴുന്നേറ്റ്. ഇനി പണി തുടങ്ങാം. ഞാൻ ട്രെയിനർ. ജിം ട്രെയിനർ ഒന്നും അല്ല, വെറുതെ പറയുന്ന പേര് മാത്രമേ ഉള്ളൂ. ഞാൻ ആലോചിച്ചത് ആ അതാ ഞാൻ ആലോചിച്ചത്. കണ്ട കാണാനൊരു ലുക്കില്ലെന്ന്. അങ്ങനല്ല, ബോഡി. എന്റെ ബോഡി ഞാൻ റിലീവ് ചെയ്തിട്ടില്ല. ഈ നിലത്ത് കിടക്കുന്ന പൈസ കയ്യിലോട്ടെടുത്ത് എണ്ണാൻ തന്നെ നല്ല സമയം എടുക്കുന്നുണ്ടായിരുന്നു. അപ്പൊ ട്രെയിനർ എഡിറ്ററും അതിനാണ് ഹെൽപ്പ് ചെയ്തത്. അവർ എണ്ണി കൊടുക്കാത്തത് പൈസയുടെ കണക്ക് കിട്ടിക്കഴിഞ്ഞാൽ 25,000 രൂപ പോകുന്നുള്ളതുകൊണ്ട്. ബോയ്സ്, അപ്പം ഇവരുടെ സമയം തീർന്നിട്ടുണ്ട്. അരമണിക്കൂറായിരുന്നു 2 പേർക്കും ഹെൽപ്പേഴ്സിന് കൊടുത്തത്. ഈ സൈഡിൽ എനിക്ക് വിശ്വാസം വരുന്നില്ല. ട്രെയിനർ ഇത് ഇത്ര അടുക്കി, ഇത്ര മെസ്സിയായി കിടന്ന നോട്ടൊക്കെ ഇത്ര ഇടന്ന് എങ്ങനെ അടുക്കിന്ന് അറിയത്തില്ല. എഡിറ്റർ വെറും ഷൊണ്ണ. എഡിറ്റർ ഇപ്പോഴും ഒന്നും ആയിട്ടില്ല സത്യം പറഞ്ഞു. 10 ലക്ഷം രൂപ അഡീഷണൽ ഉണ്ടായിരുന്നു ഇതിനകത്ത്. അപ്പൊ ഇത്രേ ഉള്ളൂ. നിനക്ക് നീ ഹെൽപ്പ് നിനക്ക് അവിടെ വെച്ചിട്ട് പോകേണ്ടത്, 2 പേര് വെച്ചിട്ട് പോകേണ്ടതാ. തീർന്ന് എഴുന്നേക്കൂ. ഇത്ര ഹെൽപ്പ് ചെയ്യാൻ ഇത്ര മെന്റാലിറ്റിയോ? ഇറങ്ങിപ്പോ ഇത്ര ഹെൽപ്പ് ചെയ്യുന്നു. മടക്കിക്കോട്ടെ, തീർന്നു. ഇത് അവസാനം എണ്ണുകയാണ്. ഇത് കഴിഞ്ഞിട്ട് ഇവർ ഇറങ്ങുക കേട്ടാ. ഇവരുടെ അടുത്ത ടാസ്കിന്റെ ഊഴം എത്തിയിരിക്കുകയാണ്. ഇത് വളരെ സിമ്പിളാ. 2 പേരും ഏതെങ്കിലും ഒരു കാർഡ് സെലക്ട് ചെയ്തേ പറ്റൂ. ഏത് കളറാന്ന് പറയുക? യെല്ലോ, ബ്ലൂ. കമോൺ. യെല്ലോക്ക് എന്താണ്, ബ്ലൂക്ക് എന്താണ്? ഇംഗ്ലീഷിൽ പറയുക. അഡീഷണൽ 20 rupees നോട്ട് ഇൻ യുവർ ബണ്ടിൽ. നിൽ. അപ്പൊ ഇവന് അഡീഷണൽ 20 രൂപയുടെ നോട്ട്സും കൂടി ഇവന്റെ ബണ്ടിലോട്ട് ആഡ് ആകുന്നതാണ്. അതും ഇവൻ എണ്ണണം. എന്തായാലും അവന്റെ ബണ്ടിൽ ചെറുതായിട്ട് കുറഞ്ഞിട്ടുണ്ട്. അത് ഭാഗ്യം. ഇവൾക്ക് പിന്നെ ബണ്ടിൽ ഇല്ലായിരുന്നു. ഭാഗ്യം തെളിയുന്നു അല്ലേ? അവന്റെ അഡീഷണൽ 20 രൂപ നോട്ട്സ് ആണ് ഇത് ആ ബണ്ടിലോട്ട് ആഡ് ആവും. ഭാഗ്യമുണ്ട് കേട്ടോ. നിനക്ക് ആ വലിയ ബണ്ടിൽ കിട്ടിയില്ല, ചെറിയ ബണ്ടില്. ഞാൻ കുറച്ച് മിക്സ് ചെയ്തേക്കാം. അപ്പൊ ഇനി നീ ഇതും കൂടി എണ്ണണം അതിനകത്ത് കേട്ടാ. ഒരു എണ്ണണ്ട. എനിക്ക് ഇത്ര ഹെൽപ്പ് ചെയ്യാൻ പറ്റത്തുള്ളൂ കേട്ടോ. നന്ദിയുണ്ട്. നിനക്ക് തോന്നുന്നുണ്ടോ നിനക്ക് കുറച്ച് ഏറെ നോട്ട് തന്നെ? എനിക്ക് തോന്നുന്നുണ്ട് ഭയങ്കര കൂടുതൽ. ഇപ്പൊ എന്തായാലും മാറി. നിനക്ക് ഓൾറെഡി കൂടുതൽ തന്നതാണ് നിനക്ക് നിന്റെ വിചാരം. എന്നാണ് വിശ്വാസം. നീ എണ്ണിക്കോ കേട്ടാ. ഓക്കെ. നിനക്ക് അവന് 20 രൂപ കിട്ടി, നിനക്ക് 20 രൂപ കിട്ടിയില്ല. എന്തെങ്കിലും തോന്നുന്നുണ്ടോ? സന്തോഷം, തോന്നുന്നു. സമാധാനം, കൊള്ളാം. വേറൊന്നും പറയില്ല. ഇപ്പൊ അവൻ ജയിക്കും, നീ ജയിക്കും. നിനക്ക് എന്ത് തോന്നുന്നു? അതെനിക്കറിയില്ല. പക്ഷെ നീയാണല്ലോ കൂടുതൽ എണ്ണി വെച്ചിരിക്കുന്നത് അവനെക്കാട്ടില്. എണ്ണിയതിൽ കാര്യമില്ലല്ലോ, അക്യൂറേറ്റ് ആവണല്ലോ. നിനക്ക് എന്ത് തോന്നുന്നു? ജയിക്കുവാ നീ? ജയിക്കുമായിരിക്കും. കുറച്ചു നേരത്തെ പറഞ്ഞ കണക്ക് സഹിതം എണ്ണി വെച്ച് കാണുന്നില്ല. അതെ. ഇപ്പൊ എന്ത് പറ്റി? നോട്ടൊക്കെ കൂടിയില്ലേ? ഓ അതുകൊണ്ടോ? എണ്ണിട്ടുണ്ട്, തീരുന്നുമില്ല. നീ ഇത്ര എണ്ണിട്ടുണ്ട്, അത്രയും ബാക്കിയുണ്ട്. അത്ര ഇനി ഇല്ലേ? ഇത്ര ഉണ്ടല്ലോ. ഉണ്ട്. ഞാൻ പ്രതീക്ഷിച്ചില്ല ഇത്രയും പൈസ ഉണ്ടാവും. ഞാൻ ഒരു 1-2 ലക്ഷം രൂപയാണ് വിചാരിച്ചത്. പക്ഷെ ഇത് എന്തോ 10 ലക്ഷം കണ്ടൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. പാടാണ്. എണ്ണിട്ടുണ്ട്, തീരുന്നില്ല. ഇത് ഒത്തിരി നോട്ടുണ്ട്. എനിക്കിപ്പം സംശയമാണ് ഇതിപ്പോ എണ്ണി തീരുവോന്ന് തന്നെ. 2 പേരും എണ്ണിയിട്ട് ഇനി അവർക്ക് 2 പേർക്ക് 25,000 കിട്ടിയില്ലെങ്കിൽ ആരാണ് അവരുടെ നമ്പറിന്റെ ഏറ്റവും അടുത്ത് നിൽക്കുന്നത് അവർക്ക് 5,000 രൂപ കൊടുക്കും. അപ്പൊ 5,000 എന്തായാലും ഒരാൾക്ക് കൊണ്ടുപോവാം. ഒരു ഉന്മേഷമല്ലല്ലോ നിനക്ക്? നമ്മളിപ്പോ എത്ര മണിക്കൂർ ഇവിടെ ഇരിക്കുന്നത് എനിക്ക് പോലും അറിയത്തില്ല. ഞാൻ മണിക്കൂറുകളായി ഇവിടെ വെയിറ്റ് ചെയ്യുകയാണ് ഇവർ എണ്ണി തീർക്കാൻ വേണ്ടി. ഞാനൊരു 4 മണിക്കൂറാണ് പ്രതീക്ഷിച്ചത്. ഇതിപ്പം മുമ്പിലോട്ട് പോകാൻ നേരത്ത് ഇങ്ങനെ പൈസ എണ്ണുന്ന അവസരം കിട്ടിയാൽ ചെറിയൊരു 1,000, 2,000, 10,000 രൂപയാണെങ്കിൽ പോലും നീ എണ്ണുമോ? ഇല്ലേ? കത്തിച്ചു കളയാം. നീയോ? ഒരിക്കലും ഇല്ല. ഓൾറെഡി വളരെ ലേറ്റ് ആയിരിക്കുന്നതുകൊണ്ട് ഞാൻ അൺലിമിറ്റഡ് ടൈമാണ് കൊടുത്തത്. 2 പേരും തീർന്നിട്ടില്ല. സ്റ്റുഡിയോക്കാർ ചിലപ്പോൾ 12-1 മണിയൊക്കെ ആകുന്നതുകൊണ്ട് ചിലപ്പോൾ നമ്മളെ ചവിട്ടി പുറത്താക്കും. അതിനു മുമ്പ് ഇവർ എണ്ണി തീർത്തിരിക്കണം. വേറെ നിവർത്തിയില്ല കേട്ടാ. എനിക്ക് എന്ത് ഇതിനെ പിന്നെ അവസാനം ഒന്നും പൈസ ഇട്ടാ പോകേണ്ട അവസരം വരും. അതുകൊണ്ടാണ് നിങ്ങളെ കൊണ്ട് പറ്റും നിസ്സാരം. ഈ സമയം കൊണ്ട് നിങ്ങൾ റോബോട്ട്സിനെ കണക്ക് വെറുതെ എണ്ണി തീർക്കണം. അത്ര ശീലമായി കാണും. എണ്ണി ഇപ്പൊ എത്ര ലക്ഷങ്ങളായെന്നോ എനിക്കൊരു ഐഡിയ ഇല്ല. പക്ഷെ കുറെ ആയിട്ടുണ്ട്. കണ്ടിട്ട് തീരുന്നില്ല. ഞാൻ സംസാരിക്കുമ്പോൾ എണ്ണിട്ടില്ല. നിങ്ങളുടെ പിന്നെയും അടുത്ത ടാസ്കിന്റെ സമയത്തിരിക്കുകയാണ്. ഇതെന്താ വരിച്ച അവിടെ ഇരുന്നോട്ട്? ഇത് പിന്നെയും നിങ്ങൾക്ക് ക്വിറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ടാസ്ക് ആണ്. ഏതെങ്കിലും എൻവലപ്പ് ചൂസ് ചെയ്യുക. അതിനകത്ത് പൈസ ചിലപ്പോൾ കാണില്ല. അപ്പൊ നിങ്ങൾ എന്താണ് പറയുന്നത്? എടുക്കുന്നില്ല? ഇത്രയും ലേറ്റ് ആയതുകൊണ്ട് ഒരു ഇതുണ്ട്, ടെൻഷൻ ഉണ്ട്. എടുക്കുന്നതായിരിക്കും നല്ലതെന്നാ. ഇതിൽ ഒരെണ്ണത്തിലേ വല്ലതും കാണത്തുള്ളൂ. 50-50 ചാൻസാ. ഇത്ര എണ്ണി തീർക്കുമ്പോൾ നേരം വെളുക്കും. അതാണ് ഒരു ഇത്ര എണ്ണിയല്ലേ, എനിക്കത് ചൂസ് ചെയ്യാൻ തോന്നുന്നില്ല ഇപ്പോഴും. നീ എടുക്കത്തില്ല. അപ്പൊ താനെന്ത് പറയുന്നു? എടുക്കുന്നില്ല. ഇവർക്ക് ഇത്ര മെനക്കേണ്ടി വരത്തില്ലായിരുന്നു. പക്ഷെ എന്നാ എണ്ണിക്കും. ശരിക്കും അങ്ങനെയാണെങ്കിൽ. So if you guys have chosen yellow envelope, you would have gotten 5K. Okay. I think these both of them are happy. 5K. Okay. അവർക്ക് 2 പേർക്ക് സന്തോഷമുണ്ടെന്ന് 5,000 ചൂസ് ചെയ്തില്ലെന്നും പറഞ്ഞു. കുഴപ്പമില്ല. എന്തായാലും ബ്ലൂ ചൂസ് ചെയ്തിരുന്നെങ്കിൽ ചിലപ്പം എന്തായാലും നോക്കാം നമുക്ക്. 0 boys. You would have went home with nothing. ആദ്യത്തെ ക്വിറ്റ് കാർഡ് കണ്ടിരുന്ന ചിലപ്പോൾ കരഞ്ഞു പോയേനെ. അത് നിങ്ങൾക്ക് വീഡിയോക്കകത്ത് കാണാം. അപ്പൊ എന്തായാലും അടുത്തത്. ഇപ്പൊ ഇത്ര മണിക്കൂർ ആയതുകൊണ്ട് ഞാൻ പ്രതീക്ഷിച്ചത് ഇവർ 2 പേരിൽ ആരെങ്കിലും ഒരാൾ ക്വിറ്റ് ചെയ്യുമെന്നായിരുന്നു. പക്ഷെ എന്ത് ചെയ്യാനാ, അവർക്ക് ക്വിറ്റ് ചെയ്യാൻ താല്പര്യമില്ല. ഇനിയും കുറെ പൈസ എണ്ണാൻ കിടക്കുന്നതുകൊണ്ട് ഇവരുടെ അഭിപ്രായം മാറുമല്ലേ നമുക്ക് കണ്ടറിയാം.
അപ്പൊ അവസാന ടാസ്കിന് വേണ്ടി നിങ്ങൾ റെഡിയാണോ? റെഡിയാണ്. റെഡിയാണ്. നിങ്ങൾ അരമണിക്കൂറത്തേക്ക് ചെയ്താൽ മതി. അത് കഴിഞ്ഞിട്ട് പിന്നെ നിങ്ങൾ എൻഡിൽ തീർത്താൽ മതി. ഓക്കെ. ആരെങ്കിലും ഒരാൾ 15 മിനിറ്റ് എണ്ണും 15 മിനിറ്റ് എണ്ണും ഇത് തല വെച്ചോണ്ട് കോയിൻ ഫ്ലിപ്പ് ചെയ്യണോ? കോയിൻ ഫ്ലിപ്പ് ചെയ്യാം. ബോയ്സ് ഹെഡ് ടെയിൽ? ടെയിൽ. ഹെഡ്. ഹെഡ്. ടെയിൽ. അപ്പം നിനക്കാണ് ടെയിൽ കിട്ടിയത്. ആരിടണം? ഓക്കെ, നീ ഇരുന്ന് തന്നെ ചെയ്തോ. ഓക്കെ ഓക്കെ. ആ എനിക്ക് വേണ്ട 15 മിനിറ്റത്തേക്ക് ഇത് വെച്ചോണ്ട്. നമ്മുടെ കുരങ്ങനെ ഇവിടെ ഇരുന്നിട്ട് 15 മിനിറ്റ് ഉണ്ട് ഇത് വെച്ചോണ്ട് കാണാമല്ലേ? കാണാം. അപ്പൊ എന്തായാലും 15 മിനിറ്റ് അവനത്, 15 മിനിറ്റ് നിനക്ക് വേറേത്. കമോൺ ഗിവ് മീ. അവൾക്ക് ഇത് കയ്യിലിട്ടുകൊണ്ട് 15 മിനിറ്റ് എണ്ണണം കേട്ടാ. അപ്പൊ സെറ്റാണ്. അവള് പെട്ടെന്ന് എള്ളി തീർക്കാൻ നോക്കുക. ഇത് ഇട്ടിട്ട് എങ്ങനെയാ കൗണ്ട് ചെയ്യാ? ഇത് കേക്കൊക്കെ എടുക്കുന്ന അവണിൽ യൂസ് ചെയ്യുന്നത്. ഇത് വെച്ചിട്ട് പൈസ പിടിക്കാൻ കൂടി പറ്റും. അതൊക്കെ നടക്കുന്നു. എനിക്ക് 15 മിനിറ്റത്തെ കാര്യമല്ല. ഇതെങ്ങനെയാണ്? എടുത്തെടുത്ത് എള്ളിക്ക് 15 മിനിറ്റ് ഉണ്ട്. എന്തിട്ട് എണ്ണ പറ്റുന്നില്ലേ? സീരിയസ് ആയിട്ട് ഇതില് പറ്റുന്നില്ല. നീ ശ്രമിക്ക്. അവൻ അങ്ങ് എണ്ണാൻ ശ്രമിക്കുന്ന കണ്ട. അതാണ് നിനക്കാ കുരങ്ങെടുത്തിന്റെ വെക്കായിരുന്നല്ലേ. ഞാൻ വിചാരിച്ചു കൊരങ്ങനെ അത് എന്നെ വീണ്ടും ഞാൻ ഇടേണ്ടി വരും. ഞാൻ കൂടുതൽ ടൈം വേസ്റ്റ് ചെയ്യുന്നില്ല. നിങ്ങൾക്ക് അല്ലെങ്കിൽ സമയം കുറവായതുകൊണ്ട് 5 മിനിറ്റ്. ദിസ് ഇസ് വെരി ഹാർഡ് ഗൈസ്. 5 മിനിറ്റ് ഇവൾക്ക് ഇടണം, 5 മിനിറ്റ് അവൻ ഇടണം. ഇത് പറ്റുന്നില്ല കേട്ടോ. ഇതെങ്ങനെയാ പെണ്ണ? 500, 600, 700, 800, അങ്ങനെ 1000. ഒരു മണിക്കൂർ 10,000 എന്തായാലും വേണ്ടു. 1000 എണ്ണി തീർത്ത്. എനിക്ക് ഇനി ഉണ്ട് കുറച്ച് മിനിറ്റ്. അവൻ അതിൻ്റെ അത്രയും ചിരിക്കും, എനിക്ക് ഉറപ്പാ. അവൻ തൊപ്പിയൊക്കെ ഇട്ടിട്ടുള്ളത് പറഞ്ഞാൽ പോയി ചിരിക്കും അതിനകത്തിരുന്നിട്ട്. എനിക്കിപ്പം കുഴപ്പമില്ല, എനിക്ക് അതൊരു കാണാം, അതുകൊണ്ട് എനിക്ക് കൗണ്ട് ചെയ്യാം, കുഴപ്പമില്ല. അവിടെ കാര്യം ഓർക്കുമ്പോൾ എനിക്ക് വലിയ വിഷമമൊന്നുമില്ല. ഇത് അടുക്കി വെക്കണമെങ്കിൽ എനിക്ക് എൻ്റെ കൈയുടെ സഹായം വേണം. ഇത് അടുക്കി വെക്കാൻ പറ്റുന്നില്ല. 1000 ഇവിടെ ഞാൻ എങ്ങനെയൊക്കെയോ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി അത് ഗ്ലവ്സ് ഊരിയാൽ മാത്രമേ എനിക്ക് ഇതിലോട് ചേർത്ത് വെക്കാൻ പറ്റൂ. 5 മിനിറ്റ് ആയിട്ടുണ്ട്. സ്വിച്ച് ചെയ്യേണ്ട സമയമായി. തല കെട്ട് ഇറക്കൂ, ഗ്ലൗസ് ഇറക്കൂ, എക്സ്ചേഞ്ച് ചെയ്യൂ. വെക്കട്ടെ? ആ വെക്ക്. കൊരങ്ങി. ഓക്കെ. ആ ഇത് കുഴപ്പമില്ലല്ലോ. കുഴപ്പമില്ല. അവളത് 1000 എണ്ണി അത് വെച്ച്. നീ അതിനെക്കാട്ടി കൂടുതൽ എണ്ണോ? എണ്ണിക്കോ. 200, 250, 300, 350. ഇതുകൊണ്ട് എണ്ണാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. ഇത് ഭയങ്കര പാടാണ് ഇതുകൊണ്ട് എണ്ണാൻ. അല്ലാതെ തന്നെ കൈ കഴിച്ചിരിക്കുമായിരുന്നു. അവളിപ്പോ എനിക്ക് കിട്ടിയ തിരിച്ചോണ്ടിരിക്കുക. സോറി, ചിരി വന്നു. എന്ത് പറ്റി? കാണാൻ പറ്റുന്നുണ്ടോ? കാണാൻ വളരെ ലൈറ്റ് ആയിട്ട് വരുന്നുണ്ട്. പക്ഷെ പെട്ടെന്ന് എണ്ണി വെക്കുന്നുണ്ട് കേട്ടാ. അതിന്റെ കഴിവാ. ഓ, അവനാണ് എത്ര സ്പീഡ് എണ്ണിക്കൊണ്ടിരുന്നത്. ഇപ്പൊ എന്തോ ഒക്കെ തപ്പിത്തടയുന്നു. 1 നോട്ടൊക്കെ എടുത്ത് ഇറക്കുന്നു. ദൈവമേ, 5 മിനിറ്റ് ആയിട്ടുണ്ട്. അവൻ 2 നോട്ട് എണ്ണിട്ടുണ്ട്. നോക്കിയേ, നമ്മളിവിടെ റിക്വസ്റ്റ് ചെയ്ത് നോക്കി, പക്ഷേ ഈ സ്റ്റുഡിയോ ഇനി സമ്മതിക്കുന്നില്ല. അവർക്ക് എക്സ്ട്രാ പൈസ കൊടുക്കാൻ പറഞ്ഞിട്ട് അവർ സമ്മതിച്ചില്ല. അപ്പം നമുക്ക് ഇവിടുന്ന് ഇറങ്ങേണ്ടി വരും കുറച്ച് കഴിയുമ്പോൾ. അപ്പം പരമാവധി സമയം ഒരു അരമണിക്കൂർ എണ്ണുക. ആയിട്ട് ബാക്കിയെല്ലാം കൂടി ചാക്കി കെട്ടി നിങ്ങൾ റോഡിൽ എണ്ണേണ്ടി വരും. ഓക്കെ അല്ലേ? രണ്ടുപേരും പറയുന്ന നമ്പർ ഇവിടെ ശരിയാണെങ്കിൽ നമ്മൾ 2 പേർക്കും ഹാഫ് ആയിട്ട് കൊടുക്കും 25. ഉച്ചയ്ക്ക് എണ്ണി തുടങ്ങിയതായിരുന്നു. ഇപ്പോൾ പാതിരാത്രി കഴിഞ്ഞിട്ടുണ്ട്. എനിക്കിനി നോക്കേണ്ടത് ആരെങ്കിലും ഇനിയെങ്കിലും ക്വിറ്റ് ചെയ്യാൻ റെഡിയാണോ അല്ലേ. 20 മിനിറ്റ് ആയിട്ട് പോലും ഇവർ എണ്ണിയിട്ട് തീർന്നിട്ടില്ല. അപ്പോൾ ഇവർക്ക് ഒരു ഓപ്ഷൻ കൂടി കൊടുക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിലും ഇപ്പം 3000 രൂപ മേടിച്ചിട്ട് നിർത്താം. അപ്പോൾ 3000 രൂപ ഗ്യാരണ്ടീഡാ. അല്ലെങ്കിൽ എണ്ണി തീർക്കാം. ഓരോ ഓപ്ഷൻ ഇല്ല. നമുക്ക് ഇവിടുന്ന് മാറി കാറിൽ നിന്നാലും എണ്ണ വേണ്ടെങ്കിൽ ക്വിറ്റ് ചെയ്യാം. ആയിട്ട് 3000 മേടിച്ചുകൊണ്ട് പോകാം. നീ എന്ത് പറയുന്നു? ഞാൻ എണ്ണിക്കോളാം. എണ്ണാന്ന് എന്താ പറയുന്നത്? കൺഫ്യൂഷൻ. ഇത്രയും എഫേർട്ട് ഞാൻ എടുത്തു. അപ്പോൾ ഇപ്പം എണ്ണുന്നതിന് കുഴപ്പമല്ല. ഇത് സമയമില്ല. സമയം ഇതിപ്പോ ഓൾറെഡി പാതിരാത്രി ആയി. എന്ത് ചെയ്യാൻ? കുറെ എണ്ണ ഉണ്ട്. എന്ത് പറയുന്നു? വിചാരിച്ച പോലെയല്ല ഇത്. അതിനെക്കാട്ടിലും കുറെ ഉണ്ട്. ഇപ്പം ഞാൻ എണ്ണിയ അത്രയും വീണ്ടും എണ്ണം കിടപ്പുണ്ട്. അപ്പം എണ്ണുന്ന കോമ്പറ്റീഷൻ അവർ കുറച്ച് കാണുമല്ലോ. വേണ്ടെന്നാണ് പറയുന്നത്. നമുക്ക് എണ്ണ കുഴപ്പമില്ല. നിന്റെ ഇഷ്ടം. 2 മിനിറ്റ് എന്തായാലും അവൾ ചിന്തിക്കട്ടെ. ലെറ്റ് ഇറ്റ് സിമ്മർ. ഇത്രയും എഫേർട്ടും വേസ്റ്റ് ആവും. അതാണ് ഒരു വിഷമം. ഇത്രയും മണിക്കൂർ രാവിലെ തൊട്ടേ ഇരുന്ന് എണ്ണി എടുത്ത സാധനങ്ങളായത്. അപ്പോൾ I'll quit. You'll quit? Well, she says she's gonna quit. That's unprecedented circumstance, ma'am. I didn't expect her to quit. I just gave the option just for random sake. You really wanna quit? You can count, no? Yeah, I can. It's a lot. അവന് എണ്ണി തീരുന്നൊന്നും നിർബന്ധമൊന്നുമില്ല. അവൻ എണ്ണിക്കൊണ്ടിരിക്കുക. അവന് ഉന്മേഷമൊക്കെ ഉള്ളു. ചിലപ്പോൾ എണ്ണിയതൊക്കെ തെറ്റായിരിക്കും. എങ്കിൽ ഒരു കൈ നോക്കാം. കിട്ടിയുന്നില്ല. ഇല്ല. കൺവിൻസിസ്റ്റർ ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവള് ക്വിറ്റ് ചെയ്യാൻ പോയിട്ട് ക്വിറ്റ് മാറ്റി പിടിച്ചിട്ട് ഇപ്പോൾ ഒടുക്കത്തെ സ്പീഡ് എണ്ണിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ താന്ന് വന്നതാ. ഇപ്പോൾ ഒറ്റയടിക്ക് പൊക്കത്തോട്ട് കയറി. അവനാണെങ്കിൽ തുടക്കം തൊട്ട് താഴെ വരെ അതേ സ്പീഡാണ് ഇപ്പോഴും അത് തന്നെ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. പയ്യൻ ജിമ്മിൽ പോയി കഴിഞ്ഞാൽ നാണം കിടാൻ ഒട്ടും താല്പര്യമില്ല. ഈ കൺസിസ്റ്റൻസും പേഷ്യൻസും ലൈഫിൽ വേണമെങ്കിൽ ഇവൻ്റെ മുഖത്തിലോട്ട് നോക്കിയാൽ മതി. ഇരുന്ന് എണ്ണിത്തിറങ്ങിയിട്ട് സൈഡിലോട്ട് ഡോട്ട് തീർന്നില്ലേ പോലും ഇപ്പോൾ എണ്ണിക്കൊണ്ടിരിക്കുകയാണ്. പാതിരാത്രി അടുത്ത് ഫ്രൈഡ് റൈസ് ഒക്കെ ദഹിച്ച് ഇനിയും വിശന്ന് തുടങ്ങി. ഇനി വേണേൽ 1 ടാസ്ക് കൊടുക്കായിരിക്കും വലിയ ഫുഡ് കഴിപ്പിക്കുക. ലെറ്റ്സ് ഗിവ് ഇറ്റ് സം ടൈം മാൻ.
ലെറ്റ് ഇറ്റ് സിമർ, ലെറ്റ് ഇറ്റ് കീപ് സിമറിങ്. ഓൾറെഡി അവളെ ഞാൻ ക്വിറ്റ് ചെയ്യാൻ കൺവിൻസ് ചെയ്യിപ്പിച്ചതായിരുന്നു. പിന്നെ ഞാൻ തന്നെ കൺവിൻസ് ചെയ്ത് പിന്നെ എണ്ണാൻ വേണ്ടി ഇനി ഞാൻ കുറച്ചുകൂടെ പൈസ കൂട്ടിട്ട് പിന്നെയും ക്വിറ്റ് ചെയ്യണമെന്ന് ചോദിക്കാൻ പോകും. അവർക്ക് വേണ്ടി ഇന്ത്യയിൽ ഒരു പ്രൊപ്പോസിഷൻ ഉണ്ട്. ദേ റിയലി ഷുഡ് ടേക്ക് ദ മണി അറ്റ് ദിസ് പോയിന്റ്. ബട്ട് ലെറ്റ്സ് സീ. ഐ ഹാവ് എ ന്യൂ ഓഫർ ഫോർ യു ഗൈസ്. ഓക്കെ, ആരാദ്യം 5000 മേടിക്കുന്ന അവർക്ക് പോവാം. എണ്ണേണ്ട ആവശ്യമില്ല. ഇപ്പം നിങ്ങൾ ഇതെല്ലാം എണ്ണി കഴിഞ്ഞിട്ട് എണ്ണം തെറ്റാണെങ്കിൽ ചിലപ്പോൾ ഈ പൈസ പോലും കിട്ടത്തില്ല. ഇതൊന്നും ചിന്തിക്കും നിങ്ങൾ. എന്നിട്ട് പറഞ്ഞാൽ മതി, ഞാൻ വരാം. നേരത്തെയും ക്വിറ്റ് ചെയ്യുന്ന 3K പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നിട്ടും ഞാൻ എൻ്റെ മനസ്സൊന്ന് മാറിയെങ്കിലും ഇനി ഞാൻ വിചാരിച്ചു ഇനിയിപ്പോൾ കംപ്ലീറ്റ് ചെയ്തിട്ടേ ഞാൻ പോകുന്നുള്ളൂ. ഇനി ജയിച്ചാലും ഇല്ലെങ്കിലും ഇതെല്ലാം കൗണ്ട് ചെയ്യുന്നുണ്ട്. ഐ എം നോട്ട് ഗോയിങ് ടു ക്വിറ്റ്. എനിക്ക് ആദ്യം 5K കേട്ടപ്പോൾ ഒരു ചാഞ്ഞാൽ തോന്നിയായിരുന്നു. പക്ഷേ ഞാൻ ഇത് എനിക്ക് പൈസ അല്ല. പൈസയാണെങ്കിൽ ഞാൻ ഇത്രയൊക്കെ എനിക്ക് എടുക്കാമായിരുന്നല്ലോ. പൈസ അല്ല, ഇത്ര എന്തായാലും എണ്ണിയല്ലേ, ഇവർക്കൊന്നും കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല. ഇത്ര എണ്ണി തീർത്തിറങ്ങി പോവാം. ബോയ്സ്, ഈ സമയത്ത് എന്തായാലും നമുക്കിനി ഇവിടെ നിന്ന് മാറേണ്ടി വരും. ഇത് റിക്വസ്റ്റ് ചെയ്തിട്ട് അവർ സമ്മതിക്കുന്നില്ല. എനിക്ക് കുറേ റിക്വസ്റ്റ് ചെയ്ത് നോക്കി, കുറച്ചുകൂടി കൺവീനിയൻ്റ് ആയിരിക്കും ഇവർ ഇത്രയൊക്കെ ചെയ്തതല്ലേ. ഞാൻ പലവട്ടം പറഞ്ഞ പൈസയൊക്കെ, പക്ഷെ നടക്കുന്നില്ല ബോയ്സ്. ഞാൻ റിക്വസ്റ്റ് ചെയ്യാൻ എനിക്ക് പറ്റത്തുള്ളൂ. ഇനി സ്വന്തമായിട്ട് സ്റ്റുഡിയോ ചെയ്യേണ്ടി വരും. അപ്പോൾ അവിടെ നിന്ന് നമ്മളെ ഇറക്കി വിട്ടു, വേസ്റ്റ് ഒക്കെ ആയിട്ട് വിട്ടു. അവിടെയുള്ള എല്ലാം നമ്മളെ കയ്യിലോട്ട് പാക്ക് ചെയ്ത് തന്നു. കുഴപ്പമില്ല, ഞാൻ വീട്ടിൽ കൊണ്ടുപോക്കാം. ഇത്രയും പൈസ കൊടുത്തപ്പോൾ അവിടെ വേസ്റ്റ് ഇടാൻ പറ്റുമെന്ന് എനിക്ക് പ്രതീക്ഷിച്ചു. അതൊക്കെ ഞാൻ പറയുന്നത്. അപ്പം എന്താണ്, ഇവർ എണ്ണിക്കൊണ്ടിരിക്കുക. കാരണം നോക്കി എന്ത് തോന്നടാ, എണ്ണി തീരുക അറിയത്തില്ല. കാറി വന്നിരുന്നപ്പോൾ എണ്ണിക്കൊണ്ടിരിക്കുകയാണ്. നീ അവിടെ സ്റ്റാക്ക് വെച്ചോണ്ടിരിക്കുന്നു. വിട്ടു കൊടുക്കരുത്. പാതിരാത്രി 1 മണിയായി, നമ്മൾ വിട്ടുകൊടുക്കുന്നില്ലല്ലേ? ഇല്ല. എന്ത് പറയുന്നു? എണ്ണി തീർക്കുമല്ലേ? തീർക്കണമല്ലോ. ഇവരെണ്ണിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ കുറേ ഏറെ സമയം എടുക്കും കേട്ടോ. ഇത് ചില്ലറ കളിയൊന്നും അല്ല മോനെ ഇത്ര എണ്ണുന്നതെന്ന് പറയുന്നത്. രാവിലെ തൊട്ട് ഇവർ എണ്ണുക കേട്ടോ. ഇവർ ഇത്രയും നേരമായിട്ട് ഫോക്കസ്ഡ് ആയിട്ട് എണ്ണുന്നുണ്ട്. അത് നമുക്ക് സമ്മതിച്ചേ പറ്റൂ. ഇവനൊക്കെയാന്ന് പറയണ്ട. അവള് എല്ലാം വേണ്ടെന്ന് വെച്ച് നിർത്തി പോകാന്ന് പറഞ്ഞിട്ട് പോലും പിന്നെയും ഫുൾ ശക്തിയോടെ എണ്ണിക്കൊണ്ടിരിക്കുന്നു പുറകില്. ഞാൻ ഇപ്പൊ ചിന്തിക്കുമ്പോൾ എനിക്ക് തോന്നുന്നില്ല, എടാ പാതിരാത്രി ഇത്ര ലക്ഷങ്ങൾ വണ്ടിക്കകത്ത് വെച്ച് റോഡ് സൈഡിൽ നിന്ന് എണ്ണിക്കൊണ്ടിരിക്കുക. വല്ല പോലീസുകാർ സരിക്കടി പോയി കഴിഞ്ഞാൽ എല്ലാവരും തൂക്കൊണ്ട് പോകും. നമ്മൾ പോയി എല്ലാവരും പോകും ഒരുമിച്ച്. ഇവർ എക്സ്പ്ലെയിൻ ചെയ്യണം എന്ത് ചെയ്യുവാണെന്ന്. ഞാൻ പിന്നെ പറഞ്ഞു കൊടുക്കാം എവിടെ കിട്ടിയതെല്ലാം കൂടി. ഇത്ര നോട്ടൊന്നും വേണ്ട കേട്ടോ. എന്തൊരു കൂടി പോയാ ഇത് കൂടി പോയോന്നോ? ഇത് ആൾക്കാർ പറയുന്നത് മറ്റേ പൈസയുടെ മുങ്കാന്ന്. ഈ ചാക്ക് നിറച്ചു ഇനിയുണ്ട്. എണ്ണിട്ടും ഇത് തീരുന്നില്ല. നിനക്ക് കിട്ടിയാനുള്ള വളരെ കുറെ അവസരം കിട്ടിയതല്ലേ. ഒരു കുറ്റും കൂടെ വന്നാൽ ഞാൻ ഇനിയൊരു കിട്ടിയില്ല. നീ ഫുള്ള് ആത്മവിശ്വാസം കയറി ഒടുക്കത്തെ ഓറ ഫാം ചെയ്തതല്ലേ. ഇനി കംപ്ലീറ്റ് ചെയ്യാൻ. പുതിയ പുതിയ ടെക്നീക്സ് ഒക്കെ പഠിച്ചെന്ന് തോന്നുന്നു എണ്ണാൻ വേണ്ടി. ഇവൻ വ്യത്യസ്ത സിഗ്സാഗ് പാറ്റേണിലൊക്കെ എണ്ണിക്കൊണ്ടിരിക്കുക. കാണിച്ചു കൊടുക്കവർക്ക്. കണ്ട സിഗ്സാഗ് പാറ്റേണൊക്കെ മാറി എണ്ണുന്നതിന്റെ. ഒരു കുറ്റും കൂടെ. എന്താ ഒരു കുറ്റും കൂടെ. ഒരു കുറ്റാ? ഇനി കുറ്റൊന്നും ഇല്ല. നിനക്ക് 2 വട്ടം കിറ്റ് തന്നെ. അപ്പൊ ഇറങ്ങി പോവോ? നിർത്തി. അത് പറ്റുമല്ലോ. ഇറങ്ങിപ്പോവാ. അവന് പൈസയില്ല. പൈസ വേണ്ട. പൈസേനെക്കാട്ടിലും വലുതാണ് ഉറക്കം. എടാ തീരുവാടാ. എന്റെ കൂടെ വന്ന ആൾക്കാരെല്ലാം ഉറങ്ങിയടാ. നീ എണ്ണി തീർക്കും. വല്ലതും നടക്കൂ ഇന്ന്. ഇത്രേ ഉള്ളൂ. നിന്റെ ഇത്ര അല്ലേ? എനിക്ക് ഒരുപാടുണ്ട്. ബോയ്സ് ഫൈനൽ എന്തൊക്കെ ചോദിക്കരുത് പ്ലീസ്, ചോദിക്കരുത്. അവസാനം അവൻ എണ്ണി 50 നോട്ട് തീർത്തിട്ടുണ്ട്. അപ്പൊ അവസാനത്തെ 20 നോട്ടിലെത്തി. എണ്ണ കറക്റ്റ് അല്ലേ? എല്ലാം കറക്റ്റാണെന്നാണ് എൻ്റെ വിശ്വാസം. അത് മതി, വിശ്വാസമാണല്ല. അപ്പൊ നീ ആദ്യം എണ്ണി തീർക്കുവാണെങ്കിൽ നിനക്ക് ആദ്യം നമ്പർ പറയാം. ശരിയാണെങ്കിൽ 25,000 നിനക്ക് കിട്ടും. ശരിയല്ലെങ്കിൽ ഇവളുടെയും കൂടി എണ്ണി തിട്ടപ്പെടുത്തിയ നമുക്ക് അറിയേണ്ടി വരും. അവളുടെ കുറെ ഉണ്ടെന്ന് തോന്നുന്നു. വീട്ടിൽ പോകാൻ പറ്റില്ല. അവന്റെ ഫൈനൽ 20. അവസാന നോട്ടുകളിലോട് എത്തി. ഇനി കുറച്ചുകൂടി മാത്രം. കുറച്ച് എണ്ണിക്കൊണ്ടിരിക്കുക. അവൻ്റെ പൊക്കത്ത് ഫുള്ളും അവൻ്റെ കണക്കുണ്ടാക്കി വെച്ചിരിക്കുക. ഇത്രേ ഉള്ളല്ലോ. ബോയ്സ് ഫൈനലി ആഫ്റ്റർ അവേഴ്സ് ഓഫ് എഫേർട്ട്, മണിക്കൂറുകളുടെ പ്രയത്നത്തിന് ശേഷം എണ്ണി തിട്ടപ്പെടുത്തിയിരിക്കുന്നു. റൗണ്ട് ഓഫ് അപ്ലോസ്. ലെറ്റ്സ് ഫ്രീക്കിൻ ഗോ മാൻ. Let's freaking go. നിന്റെ ചാക്കിന് എത്ര ബാക്കിയുണ്ട്? ഇത് കുറേ ഉണ്ട്. അപ്പോൾ ബോയ്സ് ഫൈനലി കൗണ്ട് ഒക്കെ കഴിഞ്ഞ് ഇവൻ അവന്റെ പ്രയത്നങ്ങളെല്ലാം പൂർത്തീകരിച്ച് ഒരു കൗണ്ടിൽ എത്തിയിട്ടുണ്ട്. നമ്മുടെ ഇവിടെ കക്ഷി എങ്ങനെയായിരുന്നു? ഫുള്ള് എണ്ണാൻ പറ്റിയില്ല. ഞാൻ പകുതി വെച്ചിട്ട് ഞാൻ ക്വിറ്റ് ചെയ്യണോന്നൊക്കെ വിചാരിച്ചു. പിന്നെയും ഞാൻ ട്രൈ ചെയ്തു. പക്ഷെ അവസാനമായപ്പോ എനിക്ക് പറ്റിയില്ല. അതുകൊണ്ട് ഞാൻ റാൻഡം ഗസ് ആണ് ചെയ്യാൻ. ഇവിടെ വരെ എണ്ണി ഒരു 7 ലക്ഷം വരെയൊക്കെ എണ്ണിയായിരുന്നു. അപ്പൊ അവളിനി വെൽ എസ്റ്റിമേറ്റഡ് ഗസ് ചെയ്യാൻ പോവുകയാണ്. റിസ്കി ആണ്, പക്ഷെ ഇപ്പൊ ഇനി വേറെ ഒരു നിവർത്തിയില്ല. അപ്പം ഹൂ ഈസ് ഗോണ ഗോ ഫസ്റ്റ്? ഓഫ് കോഴ്സ് ദ വിന്നർ. അവൻ ഓൾറെഡി വിന്നർ ആണെന്ന് അവൾ പറയുക. ഇവർ പറയുന്നതിന് മുമ്പ് ഇവരെ നമ്പർ ഞാൻ എഴുതി വെച്ചേക്കാം. പിന്നെ മാറിയെന്നൊന്നും പറയാനൊന്നും വേണ്ട. ഞാൻ മാറ്റി അങ്ങനൊന്നും വേണ്ട. ആദ്യം ഇവന്റെ നമ്പർ എഴുതുക. നീ അവളുടെ നമ്പർ എഴുതുക കേട്ടോ.
ഇപ്പൊ തുറക്കണ്ട, നീ പിടിച്ചോ, ഞാൻ പറയുമ്പോൾ തുറക്കണം. നിന്റെ അടിസ്ഥാനത്തിൽ എത്ര രൂപയുണ്ട്? ഞാൻ മൊത്തം എണ്ണിയപ്പോൾ എനിക്ക് 7,45,550 ആണ് കിട്ടിയത്. നിന്റെ ഞാനൊരു റാൻഡം ഗസ് ആണ്. ആ ഗസ് പറയൂ. ആള് 45 പറഞ്ഞത്. അപ്പൊ ആ ഒരു റേഞ്ചാണ്. ഏത് അത് കൊള്ളാം. ഇവന്റെ നമ്പർ പിടിക്കുവാളാ? ഒരു 45 46 47 48 ഏതെങ്കിലും ഒരെണ്ണം പറഞ്ഞു. 47. ആര് ജയിച്ചെന്ന് വെച്ചാൽ വോയിസ് റൗണ്ട് ഓഫ് അപ്ലോസ് ടു നോബഡി. ആർക്കും You guys didn't win. വളരെ അടുത്തായിരുന്നു കേട്ടാ, 20,000 വളരെ അടുത്തായിരുന്നു. നിങ്ങൾ നമ്പർ നോക്കിയോ. ഞാൻ ആദ്യം 50,000 പറഞ്ഞു. മന്ദബുദ്ധി. എത്രയാണ് നിന്റെ? 7,47,000. 7,47,000 ആണ് യഥാർത്ഥ നമ്പർ ഇവന്റേത്. നിന്റെ എത്രയാണ്? 7,45,000. അപ്പൊ ആരാ ജയിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ none other than വസിഷ്ഠ്. വസിഷ്ഠ് ജയിച്ചിരിക്കുന്നു 5K. അവനായിരുന്നു 47,000 ഏറ്റവും അടുത്തത്. അപ്പൊ സെറ്റല്ലേ 5,000? സെറ്റാണ്. പിന്നെ നമ്മളെ ആദ്യം ഒരു ചാലഞ്ച് ചെയ്തില്ലായിരുന്നോ? അതിന് 500. അതിന്റെ 500. ബോയ്സ് അപ്പൊ രണ്ടുപേരും 500 കൂടി കൊണ്ടുപോട്ടെ. അപ്പൊ ഇവർക്ക് 500 കിട്ടി, ഇവൻ 5,500 കിട്ടി. ഹാപ്പി? സാഡാണോ? ആരും പറയാൻ സാഡ് ഒന്നുമല്ല. വേണ്ട, കുട്ടി സീനാ. അപ്പൊ എന്റെ പൈസ ഇടുകയാണ് 5,500, 5,500. ഇനി കക്ഷിക്ക് ഞാൻ 500 രൂപ വണ്ടിക്കൂലിയായി. അപ്പൊ അവളുടെ 500 ആയിട്ടുണ്ട്. ബോയ്സ് ഐ ഹോപ്പ് യു ഗൈസ് ഹാവ് വണ്ടർഫുൾ. I'll see you guys next time. Till then, take care. Peace. വെളുപ്പിനെയാണ്, പെട്ടെന്ന് പോകണം. ഇപ്പൊ സൂര്യൻ ഇറങ്ങി വരും.